ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ നമുക്കൊരു സ്കൈ ഡൈവിന് പോയാലോ? രാവിലെ എന്ന് പറയുമ്പം ഒരു 5:30ക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ രണ്ടുപേരും, കൂടെയുള്ളത് ആരാന്നറിയണ്ടേ? അത് എൻ്റെ ഫ്രണ്ടാണ്. നമ്മൾ രണ്ടുപേരും രാവിലെ തന്നെ ഒരു 5:30ക്ക് ഇറങ്ങി നേരെ വിട്ടു സ്കൈ ഡൈവ് ദുബായിലേക്ക്. കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ്. അകത്തേക്ക് കയറുന്തോറും ആകാംക്ഷയായിരുന്നു, എന്തായിരിക്കും ഇതിനകത്ത്, എങ്ങനെയായിരിക്കും ഇവിടെയൊക്കെയെന്ന്. ഇവിടെ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്തു, എമർജൻസി കോൺടാക്റ്റ് നമ്പറൊക്കെ കൊടുത്തു. എല്ലാം അവർ പറയുന്ന എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്ത് നമ്മൾ സൈൻ ചെയ്തു. നെക്സ്റ്റ് ഇനി പേ ചെയ്യാനുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ചേട്ടന്മാരെ കാണുന്നത്. നമ്മുടെ മുന്നേ ഒരു ബാച്ച് പോയിട്ടുണ്ടായിരുന്നു സ്കൈ ഡൈവിങ് ചെയ്യാൻ. അപ്പോൾ അവർ തിരിച്ച് വന്നിട്ട് അതൊക്കെ അറേഞ്ച് ചെയ്യുന്ന തിരക്കിലായിരുന്നു അവർ. പാരഷൂട്ടാണ് അവിടെ കണ്ടത് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. പാരഷൂട്ടൊക്കെ അറേഞ്ച് ചെയ്തത് നോക്കിയിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കോൾ വന്നു. നമ്മൾ അവിടെ പോയി പേയ്മെൻറ്റൊക്കെ ചെയ്തു. അവർ നമുക്കൊരു ബസർ തന്നു. അതിനുശേഷം നമ്മൾ മേലെയുള്ള അപ്സ്റ്റെയറിലുള്ള കോഫി ഷോപ്പിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് ശരിക്കും പുറത്തേക്ക് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കൂടുതലായിട്ട് കാണാൻ പറ്റിയത്. കോഫി ഷോപ്പിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമ്മൾ കാണുന്നത് നേരെ എയിം ദുബായ് ആണ്. എയിം ദുബായ് നോക്കി നിൽക്കുമ്പോഴാണ് എല്ലാവരും ആകാശത്തേക്ക് നോക്കുന്നുണ്ടത്. അവിടെ എന്താണെന്ന് വിചാരിച്ച് നമ്മളും മൊബൈൽ സ്ക്രീൻ ഇങ്ങനെ മാറ്റി ആകാശത്തേക്ക്. അപ്പോഴാണ് കാണുന്നത് ആകാശത്തെ മേഘത്തിനിടയിലെ കൂടി കുറേ പാരഷൂട്ടുകൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നത്. നമ്മൾ സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് നമുക്ക് മുന്നേ പോയ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങുന്നതാണെന്ന് മനസ്സിലായത്. അപ്പം നമ്മളും നോക്കി അവിടെ ഇരുന്ന്. നല്ല രസമാണ് ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ കാഴ്ച എത്ര കണ്ടിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. എന്തോ ഒന്ന് നമ്മളെ ഇങ്ങനെ അവിടെ പിടിച്ച് നിർത്തുന്ന പോലെ തോന്നുമായിരുന്നു. നല്ല ചൂടുണ്ട് വെയിലിന്, എന്നാലും അതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നിയതേയില്ല. ചൂടറിഞ്ഞില്ല, ഒന്നും അറിഞ്ഞില്ല. കുറേ സമയം അവിടെ നിന്നു. എത്ര നേരം ഞാൻ അവിടെ അങ്ങനെ അവരെ നോക്കി നിന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല. പിന്നെ വിശപ്പിൻ്റെ ഉള്ളി വന്നപ്പോഴാണ് അതൊക്കെ അവിടെ വെച്ച് ഫുഡ് കഴിക്കാൻ കോഫി ഷോപ്പിനകത്തേക്ക് കയറിയത്. ഫുഡ് കഴിക്കാൻ കയറിയെന്ന് പറയുമ്പോൾ ഹെവി ആയിട്ട് മീൽ കഴിച്ചെന്നൊന്നും വിചാരിക്കില്ല കേട്ടോ. നമ്മൾ ജമ്പ് ചെയ്യാനാണല്ലോ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് മാത്രമേ എന്തെങ്കിലും കഴിക്കാൻ പാടുള്ളൂ. ഇതൊരു വെയിറ്റിംഗ് പ്രോസസ്സാണ്. നമുക്ക് പെട്ടെന്ന് പോയി പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് ജമ്പ് ചെയ്ത് തിരിച്ചു വരാൻ അങ്ങനെയല്ല ഇത്. നമുക്ക് കുറച്ച് സമയം, കുറച്ച് ക്ഷമയും വേണം. കുറച്ച് സമയം നമ്മൾ കോഫി ഷോപ്പിൽ ഇരുന്നു. ആ സമയമാകുമ്പോഴത്തേക്ക് ബസറടിച്ചു. താഴെ വന്നു, നമുക്ക് ലോക്കർ തന്നു. ലോക്കർ നമ്മൾ സെറ്റ് ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള കീ വെച്ച് നമ്മൾ തന്നെ സെറ്റ് ചെയ്യാണ് ലോക്കർ. അതിനുശേഷം നമ്മൾ വെയിറ്റിംഗ് ഏരിയയിലേക്ക് വന്നു. ഇവിടെ പിന്നെ പെട്ടെന്നായിരുന്നു എല്ലാ കാര്യങ്ങളും. ഇൻസ്ട്രക്ടർ വരുന്നു, വേഗം തന്നെ നമുക്ക് സേഫ്റ്റി ഗിയർ ഇട്ട് തരുന്നു. നമുക്ക് പറഞ്ഞു തരുന്നു എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന്. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഓർണമെൻറ്റ്സ് ഒന്നും ഇട്ടിട്ട് ഇവിടെ വരാൻ പാടില്ല കേട്ടോ. നമ്മുടെ കഴുത്തിൽ മാലയൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ല കാറ്റാണല്ലോ, അത് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴുത്തിൽ മാലയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ റിമൂവ് ചെയ്ത് വെച്ചു അവിടെ. അതിനുശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും നമ്മൾ മൊബൈൽ ലോക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോഴും സ്കൈ ഡൈവിങ്ങിനും ഇങ്ങനത്തെ ആക്ടിവിറ്റീസിനൊക്കെ ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ നമ്മൾ കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇടാൻ നോക്കണം. കാരണം ഡ്രസ്സ് ഭയങ്കരമായിട്ട് മാറ്ററാണ്. നമ്മളിപ്പോൾ ഇതിന് പകരം ഒരു ടൈറ്റുള്ള ജീൻസൊക്കെ ഇട്ടിട്ട് പോയതാണെങ്കിൽ ഈ ഒരു കംഫർട്ട് ഉണ്ടാവില്ല. അതിനുശേഷം നമ്മളുടെ സ്പീച്ചൊക്കെ എടുത്തു. നമുക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്, ആ കാര്യങ്ങളൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ സെൽഫി ക്യാമറയും കൂടി ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ക്യാമറമാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ മൊമെൻറ്റ്സ് നമ്മളും അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വർഷങ്ങൾ കഴിഞ്ഞാലും എനിക്ക് തന്നെ എൻ്റെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ കാണാൻ വേണ്ടി ഞാനിത് ഇവിടെ ആഡ് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലേക്ക് കയറി എയ്റോപ്ലെയിൻ ഉള്ള സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചെറിയ വിമാനത്തിലേക്ക് കയറി. ഇനി അടുത്ത ഭാഗത്ത് നമുക്ക് എങ്ങനെയാണ് സ്കൈ ഡൈവിങ് ചെയ്തത്, എന്തായിരുന്നു അതിൻ്റെ എക്സ്പീരിയൻസ് എന്നൊക്കെ കാണാം.